ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്യൂസ്ഡേ മോർണിംഗ് രാവിലെ ആമി സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. രാവിലെ തന്നെ എഴുന്നേറ്റപ്പോഴത്തേനും നല്ലോണം വെയിലാണ് കേട്ടോ. അപ്പോൾ ആമി സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ കുളിച്ച് റെഡിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ രാവിലെ ഒന്ന് കുളിക്കും. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ജനലൊക്കെ ഒന്ന് തുറന്ന് ഇടുന്നുണ്ട്. കാരണം നല്ലൊരു ഫ്രഷ് എയർ വീട്ടിലേക്ക് വരാനായിട്ട്. ആമി പോയതിന് ശേഷം മാത്രമാണ് എനിക്ക് ബാക്കിയുള്ള ഒതുക്കലും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ആ ഒരു സോഫയുടെ അവിടെ ഇരിക്കുന്ന ആ ഒരു ടേബിളും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ അവിടെ ടോയ്സ് ഒക്കെ ഈ ഒരു ചെറിയൊരു ചെയറിലാണ്, ഈ സോഫ ചെയറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വീടിനുള്ളിൽ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് കേർട്ടൻസൊക്കെ ഒന്ന് നീക്കിയിടുവാണെങ്കിൽ തന്നെ നല്ലൊരു ഫ്രഷ് എയർ വീട്ടിലേക്ക് കയറും. പിന്നെ അതിനുശേഷം ഞാൻ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മുടെ റൂമിലെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ 2 തവണ ഞാനിങ്ങനെ നമ്മുടെ റൂമിലെ ബെഡ്ഷീറ്റ് ഇങ്ങനെ മാറ്റാറുണ്ട്. അങ്ങനെ ഒരുപാട് ദിവസം ഒരേ ബെഡ്ഷീറ്റ് തന്നെ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ വീടിനുള്ളിൽ നല്ലൊരു ഒരു പ്ലസൻ്റായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കളറാണ് ബ്ലൂ കളർ എന്ന് പറയുന്നത്. എപ്പോഴും ബെഡ്ഷീറ്റ് തിരഞ്ഞെടുക്കുമ്പോഴത്തേനും ബ്ലൂ, വൈറ്റ്, പിങ്ക് ഇങ്ങനത്തെ കളറൊക്കെ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂം കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ഒരു പോസിറ്റീവ് എനർജി ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ പില്ലോസിലൊക്കെ കവർ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൂമിനകത്തിരിക്കുന്ന അലമാരയിൽ കണ്ണാടിയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം നന്നായിട്ട് അഴുക്ക് പിടിച്ചിരിക്കുവാണ്. ഇനിയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഹസ്ബൻഡ് നടക്കാനായിട്ട് പോയേക്കുവാണ്. അപ്പോൾ ഞാൻ ഇന്ന് പോയിട്ടില്ലായിരുന്നു. നല്ല വെയിലും ചൂടുമൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ പോകാത്തത്. മാത്രമല്ല കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ ഹസ്ബൻഡ് വരുമ്പോഴത്തേനും ദോശ ചൂടായിട്ട് ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിപ്പോൾ തന്നെ കഴിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഏകദേശം മണി 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് വരുമ്പോഴത്തേനും ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ അതുവരേക്കും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി അടുത്ത് നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. കാരണം രാവിലെ ആമിക്ക് കൊണ്ടുപോകാനായിട്ട് ലഞ്ചും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളൊന്നും ഇതുവരെയ്ക്കും കഴുകിയിട്ടില്ല. അപ്പോൾ ഏറ്റവും മടി പിടിക്കുന്ന കാര്യമാണ് എനിക്ക് ഈ പാത്രം കഴുകൽ. അതുകൊണ്ട് തന്നെ ഞാൻ ടി വിയിൽ എന്തെങ്കിലുമൊക്കെ മ്യൂസിക്കൊക്കെ ഇട്ടേക്കും പാത്രം കഴുകുന്ന സമയത്ത്. ഇല്ലയെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഞാൻ അമ്മയെ ഫോൺ ചെയ്തിട്ടാണ് കൂടുതലും പാത്രങ്ങളൊക്കെ കഴുകുന്നത്. എനിക്ക് ഏറ്റവും മടി പിടിച്ചിട്ടുള്ള ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഒന്നുകിൽ വീട്ടിൽ ഫോൺ ചെയ്യും, ഇല്ലയെന്നുണ്ടെങ്കിൽ ടി വിയിൽ മ്യൂസിക് വെച്ചേക്കും. അപ്പോൾ കൈയോടെ തന്നെ സിങ്കൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചിട്ടിട്ടുണ്ട്. അല്പം പോലും വെള്ളം ഇല്ലാതെ തന്നെ നമ്മുടെ സിങ്ക് ഏരിയയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കിടക്കും. പിന്നെ ഞാൻ കുളിച്ചതിന് ശേഷം ഇതുവരെയ്ക്കും തലയൊന്നും തോർത്തിയിട്ടില്ല. അപ്പോൾ തലയൊക്കെ ഒന്ന് തോർത്തുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ചൂടാണിപ്പോൾ. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ ഇതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടാണ്. ചൂട് സമയത്ത് ഈ ഡ്രസ്സ് ഇടാനായിട്ട് പറ്റത്തില്ല കേട്ടോ. കാരണം ക്രേപ്പ് മെറ്റീരിയലാണ്. നല്ല ചൂടുള്ള സമയത്ത് ഇത് ഇടാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനിന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ്. നന്നായിട്ട് വിയർക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ കിച്ചൺ ഷെൽഫൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്രോസറീസ് ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്പൈസസ് ഒക്കെ ഇട്ട് വയ്ക്കുന്ന ബോക്സും അതുപോലെ നമ്മുടെ കുറച്ച് കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം പാത്രം കഴുകുന്നിടത്ത് തന്നെയാണ് കഴുകി കമഴ്ത്തി വെക്കുന്നത്. പിന്നീട് അത് കൊണ്ടുപോയി പുറത്ത് ഹാളിൽ കൊണ്ടുപോയി വെക്കാം. നല്ല വെയിലത്ത് പുറത്ത് വയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പം നമുക്ക് ഉണക്കിയെടുക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുറത്ത് വയ്ക്കാത്തത്. പിന്നെ കിച്ചണിൽ ഈ ഒരൊറ്റ ഷെൽഫാണ് ഉള്ളത്. അപ്പോൾ ഈ ഷെൽഫിനുള്ളിൽ എല്ലാ സാധനങ്ങളും കൂടി ഇങ്ങനെ വലിച്ചു വാരി നിരത്തിയിട്ടേക്കുവാണ്. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ഒന്ന് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്നുള്ളത്. അപ്പോൾ മന്ത്ലി ക്ലീനിങ് ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. മാസത്തിൽ 1 തവണ നമ്മുടെ കിച്ചൺ ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കിച്ചണിലിരിക്കുന്ന ഈ കണ്ടെയ്നേഴ്സൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി അതിൽ സാധനങ്ങൾ ഉള്ളതൊക്കെ ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അല്ലാത്തതൊക്കെയാണ് ഞാൻ കഴുകാനായിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൽ ഓരോ സാധനങ്ങൾ തീരുന്നതിനനുസരിച്ച് കഴുകി എടുക്കാറാണ് കേട്ടോ ഉള്ളത്. അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ച് കഴുകാനായിട്ട് നിൽക്കാറില്ല. അപ്പോൾ ബോക്സസ് കാലിയാവുന്നതിനനുസരിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഇന്ന് നമുക്ക് ഒരു പുതിയൊരു മെമ്പർ കൂടി നമ്മുടെ കിച്ചണിലേക്ക് വരുന്നുണ്ട്.
നമ്മുടെ ഫ്രിഡ്ജ് നമ്മളൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജ് ഒരു 8 വർഷം മുന്നേ എൻ്റെ കല്യാണം കഴിഞ്ഞ ടൈമിൽ എൻ്റെ അച്ഛൻ മേടിച്ച് തന്ന ഫ്രിഡ്ജാണ്. അപ്പോൾ ഈ അടുത്ത റീസെൻ്റായിട്ട് ഇതിൻ്റെ പുറകിൽ നിന്ന് ഗ്യാസ് ഇങ്ങനെ ലീക്കാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലോണം സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കണ്ടുപിടിച്ച ഉടനെ തന്നെ പോയിട്ട് പുതിയ ഫ്രിഡ്ജിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തു. അപ്പോൾ ഇന്ന് അതിൻ്റെ ഡെലിവറി ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ 2 ദിവസം മുന്നെയാണിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മുടെ പുതിയ ഫ്രിഡ്ജും കൂടി കിട്ടും. അപ്പോൾ അതിന് മുന്നേ തന്നെ അവിടെ നിന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തിട്ട് അതിൽ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തതാണ്. പിന്നെ ഗ്രോസറീസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇത്തവണ സ്ക്വാഷും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടാണല്ലോ ഈ ഒരു സമയത്ത്, അതുകൊണ്ട് തന്നെ ഗ്രേപ്സിൻ്റെ സ്ക്വാഷും കൂടി എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കുടിക്കേണ്ടത്. പിന്നെ ഗ്രോസറീസ് ഫില്ല് ചെയ്യാനായിട്ട് ബോക്സസൊക്കെ ഡ്രൈ ആക്കാനായിട്ട് വെച്ചേക്കുകയാണല്ലോ. അപ്പോൾ അതിൽ ഫില്ല് ചെയ്യാനുള്ളതിൻ്റെ ഗ്രോസറീസൊക്കെ ഞാൻ വേറെ ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ സ്പൈസ് ബോക്സസിലൊക്കെ എല്ലാം നിറച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ വീട്ടിൽ എല്ലാ കണ്ടെയ്നേഴ്സും ഫുള്ളാക്കി തന്നെ എപ്പോഴും വെച്ചേക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ബൾക്കായിട്ടാണ് സാധനങ്ങൾ എടുക്കുന്നത്. 1 മാസത്തേക്കുള്ള സാധനങ്ങളാണ് എപ്പോഴും എടുക്കാറുള്ളത്. അപ്പോൾ ഈ മാസത്തെ സാധനങ്ങൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് മന്ത് അതിന് കണക്കാക്കിയായിരിക്കുള്ളൂ എടുക്കുന്നത്. അപ്പം ഈ ചെറിയ ജാറുകളൊക്കെ ആ ഒരു സിൽവർ കളറിൽ വരുന്ന ഇതൊക്കെ ഞാൻ ചെറിയ ബോക്സസ് ഉണ്ടല്ലോ, അത് ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ്. അത് ഞാൻ ഡിമാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേയൊക്കെ കടയിൽ നിന്ന് മേടിച്ചതുണ്ട്, പുറത്തുനിന്ന് നമ്മുടെ ഓൺലൈനിൽ നിന്ന് മേടിച്ചതുണ്ട്, അങ്ങനെ പല സ്ഥലത്തുനിന്ന് മേടിച്ചതുണ്ട്. പിന്നെ എണ്ണയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നെ ഇത് മൊസമ്പിയുടെ തോലിങ്ങനെ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കി ഡ്രൈ ആക്കി വെച്ചേക്കുന്നത് ഡ്രൈ പിക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ ഉണക്കത്തില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പാക്കറ്റായിട്ട് മേടിക്കാനായിട്ട് കിട്ടും ഇവിടെ കടയിൽ. അങ്ങനെ ഞാനത് എടുത്തു. അപ്പോൾ ഇതൊന്ന് അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം അതിന് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തു. പിന്നെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് നല്ലെണ്ണ ചൂടായതിന് ശേഷം കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലയും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പൊടികളാണ് ചേർത്ത് കൊടുത്തത്. കാശ്മീരി മുളക് പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പൊടികളുടെ പച്ചമണം പോയതിന് ശേഷം നമ്മൾ ഡ്രൈ പിക്കിളിൻ്റെ സംഭവം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്, നല്ല ഉപ്പും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു നമ്മുടെ ഗ്രേപ്സിൻ്റെ സ്ക്വാഷും കൂടി ഞാനൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ്സിന് സ്ക്വാഷിന് 4 ഗ്ലാസ് വെള്ളം ചേർക്കാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കലക്കി എടുത്തുകൊണ്ട് ഒന്ന് കുടിക്കുന്നുണ്ട്. ഹസ്ബൻഡിനും കൊടുത്തു. അപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്ക് എന്ത് കാര്യം നമ്മൾ കിച്ചണിൽ നിന്ന് ചെയ്താലും ഭയങ്കരമായിട്ട് ചൂടെടുക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും ഞാനെപ്പോഴും. ഇവിടുത്തെ ചെന്നൈയിലെ ചൂടെന്ന് പറയുന്നത് നാട്ടിലത്തെ ചൂട് പോലെ നല്ല അത്രയ്ക്കും ചൂടാണ്. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം ആമി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മുടെ പുതിയ ഫ്രിഡ്ജും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ സാംസങ്ങിൻ്റെ സിംഗിൾ ഡോർ ഫ്രിഡ്ജാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾക്കിപ്പോൾ വലിയ ഫ്രിഡ്ജിൻ്റെ ആവശ്യമില്ല, ചെറുതിൻ്റെ ആവശ്യമാണുള്ളത്. 3 പേരടങ്ങുന്ന ഫാമിലിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ മതി നമുക്ക്. അതുപോലെ തന്നെ താഴ്ഭാഗത്ത് ഇതൊരു ഓണിയൻ ട്രേ ആണ്. ഇതിനുള്ളിൽ നമുക്ക് ഓണിയൻസ് ഒക്കെ വെക്കാം. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജിൻ്റെ മേലെ ഉണ്ടായിരുന്ന കവറ് ഞാൻ ഇതിൽ തന്നെ ഇട്ട് കൊടുത്തു. ഇത് നമ്മൾ ശരവണയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു 5-6 വർഷം മുന്നേ മേടിച്ചതാണ്. ഒന്നും തന്നെ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഹാൻഡിലുള്ള മോഡൽ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഈ ഒരു മോഡൽ എടുത്തത്. ഞാനും കൂടി പോയിട്ട് തന്നെയാണ് എടുത്തത്. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മുടെ ഇതിൻ്റെ കസ്റ്റമർ കെയർ ചെയ്യുന്ന ആൾ വന്നിട്ട് ഡെമോയൊക്കെ കാണിച്ചു തരും. ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഫിറ്റ് ചെയ്ത് വെച്ചു. ഓൺ ചെയ്ത് സാധനങ്ങളൊക്കെ നൈറ്റ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചേക്കുവാണ്. പിന്നെ വൈകുന്നേരം എപ്പോഴത്തേനും ഒരു ചായയൊക്കെ കുടിച്ചു. സ്ട്രോങ് ആയിട്ടൊരു ചായ കുടിച്ചായിരുന്നു. പിന്നെ കുറച്ച് ചീര ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചു. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.